അത് അപ്പോൾ എങ്ങനത്തെ ആളുകൾക്കാണ് ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ഒരു ഇപ്പം നമ്മൾ പ്രോഗ്രാമർ എന്ന് വിളിക്കുന്ന ആൾക്കായിരിക്കില്ല, കുറേം കൂടിയും ഒരു ഹയർ ലെവലിൽ ചിന്തിക്കുന്ന പിന്നെ ആളുകൾക്കായിരിക്കും. അപ്പോൾ ആ അവിടെയാണ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു കോണ്ടെക്സ്റ്റ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഇപ്പം പ്രോബ്ലം സോൾവർ ടൈപ്പ് തിങ്കിങ് ഉള്ള പിന്നെ ആളുകൾക്കായിരിക്കും കൂടുതൽ സ്കോപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൽ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ നേരത്തെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫ്രണ്ട് എൻഡ് പ്രോഗ്രാമർ, പിന്നെ ബാക്ക് എൻഡ് പ്രോഗ്രാമർ. സത്യത്തിൽ ഇപ്പോൾ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെ രണ്ട് ടൈപ്പ് ആയിരുന്ന കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് വന്നത്. അപ്പോൾ സത്യത്തിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് വന്നപ്പോൾ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും അറിയുന്ന ആളുകൾ രണ്ടും ഒരാൾ തന്നെ മാനേജ് ചെയ്യാൻ തുടങ്ങി. പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ. അങ്ങനത്തെ ആളുകളെ കമ്പനികൾക്ക് വേണ്ടതുള്ളൂ എന്നുള്ള അവസ്ഥയായി. കാരണം എല്ലാവരും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനെ, കാരണം എന്ന് വെച്ചാൽ രണ്ടിനും കൂടെ ഒരാൾ മതി, രണ്ടും മനസ്സിലാക്കുക, അതാണ് നല്ലത് എന്ന് മനസ്സിലായി. ഇതിപ്പോൾ ഇനിയൊരു കാലത്ത് അതുപോലെ ആണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു അടയാളമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനി ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ടെസ്റ്റിങ്ങും ടെസ്റ്റ് ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ, കാരണം എല്ലാം എളുപ്പത്തിൽ ജനറേറ്റ് ചെയ്യാൻ ടൂൾസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ അറിഞ്ഞാൽ, ചെയ്യാൻ തയ്യാറാവുകയും അറിയും ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ ഒരാൾ മതി ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ആ നിലക്ക് അപ്പോൾ കൂടുതൽ, അപ്പോൾ അതാണ് ഒരു ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതാണല്ലോ ഉദ്ദേശം. ആ സോഫ്റ്റ്വെയർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, APIs, ആർക്കിടെക്ചറൊക്കെ മനസ്സിലാവുകയും അത് മനസ്സിലാക്കാനുള്ള എന്താ പറയുക തയ്യാറും മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആളുകൾക്കായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഈ സാധാരണ മീഡിയോക്കർ ഒരു പ്രോഗ്രാമർ മാത്രമാണെങ്കിൽ അയാൾക്ക് ഇനി എക്സിസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി, അയാൾക്ക് ജോലി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിൽ മനസ്സിലാവുന്നത്.